Hi friends, welcome back to Ripple Space Time. Shiva here. This RX T മോഡലാണ് ട്രൈബർ എന്ന് പറയുന്ന വണ്ടിയുടെ. ഞാൻ RX ആണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് ക്ഷമിക്കുക ഇതിൻ്റെ സിംഗിങ്ങിൽ പ്രശ്നമുണ്ടെങ്കിൽ. മാക്സിമം ഇൻഫർമേഷൻസ് എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് അവസാനം വരെ കണ്ടു നോക്കുക. ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5 സ്പീഡാണ്, ഭയങ്കര സ്മൂത്തായിട്ട് ട്രാൻസ്മിഷൻ എന്ന് പറയാനില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറ്റിയ കൊള്ളാമെന്നുള്ള ട്രാൻസ്മിഷൻ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറിലുള്ള ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കൊള്ളാം. AC എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുള്ള സംഭവമൊന്നുമല്ല, പക്ഷേ സ്വിച്ചും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷാണ്. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് അസിസ്റ്റഡ് ആണ്, അതുകൊണ്ട് കൊള്ളാം. ഭയങ്കര ലൈറ്റാണ്, പക്ഷേ തീരെ ലൈറ്റായി പോയെന്ന് തോന്നി. കുറച്ചും കൂടെ ഒരു ഹാർഡ് ഫീല് ഉണ്ടായിരുന്നെങ്കിൽ സിറ്റി ഓട്ടത്തിനൊക്കെ നല്ല സുഖമായിരുന്നേനെ. പിന്നെ ഈ ഒരു പിയാനോ ഫിനിഷ് വരുന്ന ബാഡ്ജിങ് ഒക്കെ നല്ലൊരു പ്രീമിയം ഫിനിഷ് വണ്ടി കൊടുക്കുന്നുണ്ട് ആ AC-ൻ്റെ ഭാഗത്തൊക്കെ. പിന്നെ പറയുന്നത് മിറർ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന കാര്യം, അടച്ചു വെക്കണമെങ്കിൽ നമ്മൾ തനി അടച്ചു വെക്കണം, പക്ഷേ അല്ലാതെ അഡ്ജസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഇന്റീരിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. എല്ലാ മിററും നമുക്ക് RX T മോഡലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സ്പീക്കറിൻ്റെ പ്ലാസ്റ്റിക് വളരെ ബോറായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ കീ വെക്കുന്നത് കീലെസ് എൻട്രി ആയതുകൊണ്ട് അവിടെ ഭയങ്കര ബോറായിട്ട് തോന്നി ആ ഒരു സംഭവം. അതിൻ്റെ പിന്നെ ഈ കാണുന്ന ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ AC കൺട്രോൾ ചെയ്യാനാണ്. ഇത് സ്റ്റോറേജ് യൂണിറ്റും കൂൾഡ് സ്റ്റോറേജ് യൂണിറ്റാണ്. ഇത് ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് ഒറ്റതേ ഉള്ളൂ. ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡിലുള്ള സ്റ്റോറേജ് യൂണിറ്റും നമുക്ക് കൂൾഡ് സ്റ്റോറേജ് യൂണിറ്റാണ് വരുന്നത്. കുറച്ചധികം സ്റ്റോറേജ് യൂണിറ്റ് വണ്ടിയിൽ തരുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് നല്ലൊരു ഫാമിലി വെഹിക്കിൾ, കുറച്ചധികം ആൾക്കാരായിട്ട് പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വെച്ച് പോകാം. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ടച്ച് സ്ക്രീൻ ആണ്. അതിൻ്റെ കൂട്ടത്ത് തന്നെ എക്കോ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. പെർഫോമൻസ് കുറച്ചും കൂടെ കുറച്ചതിന് ശേഷം നമുക്ക് മൈലേജ് വീണ്ടും കൂട്ടാൻ പറ്റും. ഫ്രണ്ടിലത്തെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസ് RPM ഒക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് സ്പീഡോമീറ്ററിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ഒന്നും അല്ല, തീരെ മോശമല്ലാത്ത പെർഫോമൻസ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. 7 വരച്ച് പോകുമ്പോഴത്തേക്കും ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരിക്കും, പക്ഷേ ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടി അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ വാനിറ്റി മിറർ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ, ഡ്രൈവറിൻ്റെ സൈഡിൽ വാനിറ്റി മിറർ അവൈലബിൾ അല്ല. റിവേഴ്സ് വ്യൂ മിറർ എന്ന് പറയുന്നത് ഇപ്പോൾ ബാക്കിൽ നിന്നുള്ള ഗ്ലെയർ മാറ്റണമെങ്കിൽ മാനുവലി തന്നെ കൺട്രോൾ ചെയ്യണം. പിന്നെ ലൈറ്റ് കൊള്ളാവുന്ന ലൈറ്റാണ്. അടുത്തൊരു മൈക്രോഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്ലൂടൂത്ത് വഴി സിങ്ക് ആവാൻ വേണ്ടിയുള്ളത്. പിന്നെ ഗ്രാബ് റെയിൽസ് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ ഗ്രാബ് റെയിൽസ് ഇല്ല. ഈ ലോക്ക് പണ്ട് നമ്മൾ ഓൾട്ടോയിലെ കണ്ട മോഡലിലുള്ള ലോക്കാണ്, അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. ഫ്രണ്ടിലത്തെ പെഡൽസൊക്കെ ഭയങ്കര തിങ്ങി നിറഞ്ഞിരിക്കുകയൊന്നുമല്ല, ആവശ്യത്തിന് സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ലുക്ക് അതിൻ്റെ പെഡൽസിനില്ല എന്ന് പറയാം. ബാക്ക് സീറ്റ് പക്ഷെ നല്ല രസമുണ്ട്. ബാക്ക് സീറ്റ് കാരണം നല്ല റൂഫ് ഹൈറ്റ്, ആ ഡിസൈൻ്റെ ഭാഗമായിട്ട് തന്നെ റൂഫ് മുകളിലോട്ട് സ്കൂപ്പായി വരുന്നുണ്ട്, അത് നല്ല എഫക്റ്റാണ്. ബാക്കിലും AC വെൻ്റ് ഉണ്ട്, ഏറ്റവും തേർഡ് റോയിലും AC വെൻ്റ് ഉണ്ട് RX T മോഡലിലും. അത് നല്ല രസമുണ്ട്. നമുക്കത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രൈവറല്ല, നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾ തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും, അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ. ബാക്കിലത്തെ സീറ്റും നമുക്ക് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും, അത് നല്ലൊരു ഫീച്ചറാണ്. പക്ഷേ ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റ് പൊക്കാനും താക്കാനും പറ്റാത്തത് എനിക്ക് ഒരു ബോറായിട്ട് തോന്നി. പക്ഷേ സ്റ്റിയറിംഗ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും, സ്റ്റിയറിംഗ് ലോക്ക്ഡ് അല്ല. പക്ഷേ ബാക്കിലത്തെ സീറ്റ് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം 4 പേര് മാത്രം പോകുന്നൊരവസ്ഥയിൽ നല്ലൊരു ലെഗ് സ്പേസ് വണ്ടി തരുന്നുണ്ട്. ഡ്രൈവർ ബാഡ്ജിങ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബൾക്കി ഫീല് വണ്ടി നന്നായിട്ട് തരുന്നുണ്ട്, പ്രീമിയം ഫിനിഷ് നന്നായിട്ട് തരുന്നുണ്ട്. എനർജീൻ്റെ എഫിഷ്യൻസി ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ. 1000cc എഞ്ചിനാണ്, നല്ലൊരു ബൾക്കി ഫീലൊക്കെ ഉണ്ട്. പക്ഷേ ടയർ സൈസ് കുറച്ചും കൂടെ കൂട്ടാമായിരുന്നു, പക്ഷേ മൈലേജ് കൂട്ടാൻ വേണ്ടി ആയിരിക്കാം 14 ഇഞ്ചിൽ ചുരുക്കിയത്. വണ്ടിയുടെ വൈബ്രേഷനൊന്നും എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല, പക്ഷേ റെവ് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ട് നന്നായിട്ട് അകത്തെ ക്യാബിനിൽ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. വലിയ പെർഫോമൻസ് പറയാനില്ല എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് വെഹിക്കിളാണ്. DRL ഹെഡ് ലാംപ്സ് RX T മോഡലില്ല. പിന്നെ ഹെഡ്ലൈറ്റ് അടിപൊളിയാണ്, ക്രോം ഫിനിഷും LED ആ ഒരു ഭയങ്കര ഒരു ബീസ്റ്റ് ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ടയറിൻ്റെ കാര്യമാണ് വീണ്ടും പറയാനുള്ളത്. ടയറിൻ്റെ വീതി കുറച്ചും കൂടെ കുറഞ്ഞു പോയി. നമുക്ക് ഇനി 15 ആക്കണ്ട, 14 തന്നെ വീതി കൂട്ടാമായിരുന്നു. മുകളിലത്തെ റൂഫ് റെയിൽ നല്ല ഒരു ഫിനിഷ് കൊടുക്കുന്നുണ്ട്, വീണ്ടും അതിൻ്റെ സൈസ് എൻഹാൻസ് ചെയ്യാനും ആ ഒരു SUV ലുക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നുണ്ട്. ഈ RX T മോഡലിൽ ബാക്കിൽ വൈപ്പർ ഇല്ല എന്നുള്ളതൊരു പോരായ്മയായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ.